ലോകത്തിലെ ഏത് യൂട്യൂബർ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസർ ആയിക്കോട്ടെ, ഇവരെല്ലാവരും ഈ ഒരു ഘട്ടത്തിലൂടെ കടന്നു പോയിട്ടുണ്ടാവും. എനിക്ക് 100% ഉറപ്പുണ്ട്. എൻ്റെ വീഡിയോ നിങ്ങൾ കാണുന്നതിനെക്കുറിച്ച്, യൂട്യൂബിനെ കുറിച്ച് പഠിക്കാൻ അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടി നിങ്ങൾ 1-2 വീഡിയോസ് കണ്ടിട്ടുണ്ടാവും. പക്ഷെ അവരൊന്നും നിങ്ങൾക്ക് ഇതുവരെ പറഞ്ഞു തരാത്ത കുറച്ച് ഗോൾഡൻ ടിപ്സാണ് ഞാനിതിൽ പങ്കുവെക്കുന്നത്. യൂട്യൂബിൽ എങ്ങനെ വീഡിയോ അപ്ലോഡ് ചെയ്യാം, യൂട്യൂബ് ചാനൽ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, യൂട്യൂബ് ചാനൽ എന്തൊക്കെ ചെയ്യണം എന്നൊക്കെ പലരും പല ആശയങ്ങൾ പങ്കുവെക്കുന്നുണ്ടെങ്കിലും ഇനി ഞാൻ പറയാൻ പോകുന്ന ടിപ്സ് നിങ്ങൾക്ക് കിട്ടാൻ ചാൻസ് വളരെ കുറവാണ്. കാരണം ഞാൻ പല യൂട്യൂബേഴ്സിന്റെയും വീഡിയോസ് ചെക്ക് ചെയ്തു, പക്ഷെ അവരാരും ഇത് പങ്കുവെച്ചതായിട്ട് ഞാൻ ശ്രദ്ധപ്പെട്ടിട്ടില്ല. ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇൻസ്റ്റാഗ്രാം അല്ലെങ്കിൽ യൂട്യൂബ് പോലെയുള്ള ഒരു പ്ലാറ്റ്ഫോമിൽ നല്ല കണ്ടന്റും പിന്നെ നല്ല എഡിറ്റും നല്ല പരിപാടിയും ഒക്കെ ആണെങ്കിലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് വേണ്ട ഒരു സംഗതിയാണ് മെന്റൽ പ്രിപ്പറേഷൻ. കേൾക്കുന്ന സമയത്ത് വളരെ സിമ്പിൾ ആയ ഒരു വേർഡാണ്, പക്ഷെ നിങ്ങൾക്ക് മെന്റലി എങ്ങനെ തയ്യാറെടുക്കാം എന്നുള്ളത് ഈ വീഡിയോ കണ്ടു കഴിയുന്നതോടുകൂടി നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും മനസ്സിലാവും. ഒന്നാമത്തെ കാര്യം, നിങ്ങളുടെ കയ്യിൽ ഒരു സ്മാർട്ട് ഫോണേ ഉള്ളൂ, ക്യാമറയില്ല, മൈക്കില്ല, അല്ലെങ്കിൽ ഒരു സ്റ്റുഡിയോ സെറ്റപ്പ് ഇല്ല, ഒന്നുമില്ല. സുഹൃത്തെ, നിങ്ങളൊന്ന് ചിന്തിക്കുക. നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഒരുപാട് വീഡിയോസ് കാണുന്നുണ്ട്. എല്ലാവരും ഈ ഗിയേഴ്സും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടാണോ ചെയ്യുന്നത്? അല്ല. അവരുടെ ലിമിറ്റേഷനിൽ അവർക്ക് കഴിയുന്ന ഒരു സംഭവത്തിനെ കൊണ്ട് അതിനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഒരു ഗംഭീര റിസൾട്ട് കിട്ടും. സോ അതായിരിക്കണം നിങ്ങൾ ചെയ്യേണ്ടത്. അല്ലാതെ എനിക്കിപ്പോൾ ഇതൊന്നും ഇല്ല, അതുകൊണ്ട് എനിക്ക് തുടങ്ങാൻ പറ്റില്ല എന്നുള്ള ഒരു മൈൻഡ് സെറ്റാണ് നിങ്ങൾക്ക് എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ മാറ്റേണ്ട സമയം കഴിഞ്ഞു. കാരണം കണ്ടന്റ് ആണ് കിങ്. അല്ലാതെ അതിൻ്റെ എഡിറ്റിങ്ങോ അല്ലെങ്കിൽ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ വരുന്ന സൗണ്ട് എഫക്ട്സോ അതൊന്നുമല്ല. നിങ്ങളിൽ നല്ല കണ്ടന്റ് ഉണ്ടോ അത് കയറിപ്പോവും. നിങ്ങൾ തന്നെ ചില വീഡിയോസ് കാണാറില്ലേ, യാതൊരു ക്വാളിറ്റിയും ഇല്ല, പക്ഷെ എന്നാലും നമ്മളറിയാതെ അത് കണ്ടിരിക്കും. അതിന് ഒരുപാട് വ്യൂസ് വരുന്നുണ്ടാവും, അവരതിൽ നിന്ന് നല്ല പൈസ ഉണ്ടാക്കുന്നുണ്ടാവും. പുതുതായിട്ട് യൂട്യൂബിൽ ഇൻസ്റ്റാഗ്രാമിൽ വരുന്നവർ ചെയ്യുന്ന ആദ്യത്തെ വണ്ടത്തരമാണ് എല്ലാ വ്യൂസും വാങ്ങി വെക്കുക. കാരണം ഇത് ക്ലിക്കാവോ ഇല്ല എന്നുള്ളത് നമുക്ക് അറിയില്ല. നമുക്ക് എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട്, മെച്ചപ്പെട്ട ഒരു വീഡിയോ ഔട്ട്പുട്ട് കൊടുക്കാൻ പറ്റും. പക്ഷേ ഇവിടെ ഒരു ലക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചെറിയ ഫാക്ടറും കൂടി അവിടെ എടുത്തേക്കാം. നമ്മൾ പുതുതായിട്ട് വരുന്ന ഒരാൾക്ക് ക്ഷമ എന്ന് പറയുന്ന സംഭവം ഉണ്ടാവണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. അപ്പോൾ നിങ്ങളൊരു യൂട്യൂബിലേക്ക് വരുന്ന സമയത്ത് ഇങ്ങനത്തെ കേസും കാര്യങ്ങളൊക്കെ വാങ്ങി വരുന്ന സമയത്ത് നിങ്ങൾ ഫിനാൻഷ്യലി പ്രശ്നത്തിലാവും. പിന്നെ അതിനോടൊപ്പം നിങ്ങൾക്ക് വേണ്ടത്ര റിസൾട്ട് കിട്ടില്ല. സോ നിങ്ങൾ പെട്ടെന്ന് തന്നെ യൂട്യൂബ് വിട്ട് വേറെ എന്തെങ്കിലും പരിപാടിക്ക് ഓടും. ഞാൻ ഉറപ്പിച്ചു വരുന്നു, യൂട്യൂബ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് സാമ്പത്തികമായിട്ടും ഫെയിമായിട്ടും മറ്റ് പല രീതികളും നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ സാധിക്കുന്ന ഒരു വലിയ പ്ലാറ്റ്ഫോമാണ്. അത് യൂട്യൂബ് പോട്ടെ, ഇൻസ്റ്റാഗ്രാം ആയിക്കോട്ടെ, ഏത് പ്ലാറ്റ്ഫോം ആയിക്കോട്ടെ, ഇതൊക്കെ നിങ്ങളെ നല്ല രീതിയിൽ തന്നെ മോട്ടിവേറ്റ് ചെയ്യാനോ നല്ല ഉയർച്ചയിലേക്ക് എത്തിക്കാനോ സാധിക്കും. ഇൻസ്റ്റൻറ്റ് റിസൾട്ട്, അതായത് നിങ്ങൾ വളരെ കഷ്ടപ്പെട്ടൊരു വീഡിയോ പ്ലാൻ ചെയ്തു, യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തു, 1 ലക്ഷം 2 ലക്ഷം വ്യൂ വേണം. ഈ ഒരു സംഭവം ഒരിക്കലും നിങ്ങൾ ആഗ്രഹിക്കരുത്. എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയുവാണെങ്കിൽ ഞാൻ യൂട്യൂബിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ശേഷമാണ് ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കിലേക്കൊക്കെ ഞാൻ വൈഡ് ആവുന്നത്. യൂട്യൂബിൽ ഞാൻ വീഡിയോ ഇട്ടിട്ട് എനിക്ക് യാതൊരു റീച്ചും വർഷങ്ങളോളം കിട്ടിയിട്ടില്ല. ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ തുടർച്ചയായിട്ട് ഏകദേശം 1.5 കൊല്ലത്തോളം വീഡിയോ ഇട്ടു. എന്നിട്ട് എനിക്ക് ആകെ വന്നിട്ടുള്ളത് 800 ഫോളോവേഴ്സ് ആയിരുന്നു. ശേഷം ഞാൻ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി, ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിച്ചു. ശേഷമാണ് എനിക്ക് റിസൾട്ട് വരാൻ തുടങ്ങിയിട്ടുള്ളത്. പക്ഷേ അബദ്ധവശാൽ എൻ്റെ യൂട്യൂബ് ചാനലിൽ സ്ട്രൈക്ക് കുടുങ്ങി, റീച്ചൊക്കെ നഷ്ടപ്പെട്ടു. അങ്ങനെ ആകെ ഡൗൺ ആയി. ഞാൻ ഇപ്പോൾ പുതിയതൊന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിപ്പോൾ നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ കാണാൻ പറ്റും. അപ്പോൾ ഇത് ഒരു പുതിയ ചാനലായിട്ട് തുടങ്ങുന്നതിൻ്റെ ഒരു കാരണം നിങ്ങളും കൂടി ഒരു മോട്ടിവേറ്റ് ആയിക്കോട്ടെ എന്ന് കരുതിയിട്ട് തന്നെയാണ്. കാരണം എൻ്റെ വളർച്ച നിങ്ങളും അറിയണം. അപ്പോൾ എനിക്ക് 100% ഉറപ്പുണ്ട്, ഞാൻ നല്ല രീതിയിൽ പണിയെടുത്ത് കഴിഞ്ഞാൽ എനിക്ക് റിസൾട്ട് എന്താണെങ്കിലും ഇന്നല്ലേ നാളെ നിങ്ങളെപ്പോലെയുള്ള നല്ല സബ്സ്ക്രൈബേഴ്സ് എനിക്ക് വരും. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ മറക്കാതെ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സംശയങ്ങളോ അല്ലെങ്കിൽ വീഡിയോ ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങളോ എന്തുണ്ടെങ്കിലും നിങ്ങൾക്ക് താഴെ കമൻസ് ചോദിക്കാം. ഞാൻ എങ്ങനെയെങ്കിലും ഇമ്പ്രൂവ് ആവണമെന്നുണ്ടെങ്കിൽ അതും ചോദിക്കാം. പിന്നെ ഞാൻ കുറച്ച് സംസാരപ്രിയനാണ്, ഞാൻ കുറച്ചധികം നന്നായിട്ട് സംസാരിക്കും. പക്ഷേ ഇൻസ്റ്റാഗ്രാമിലൊക്കെ വീഡിയോ ഇട്ട് 30 സെക്കൻഡിൽ കാര്യങ്ങൾ പറഞ്ഞു പോകാനും എനിക്കറിയാം. അവിടെ ഒരു സിനിമ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് പോലെയല്ല ഒരു യൂട്യൂബ് ചാനലിനെ കുറിച്ചിട്ട് ഒരു വലിയൊരു അറിവ് ഷെയർ ചെയ്യുന്നത്. അത് വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവണം. സോ നിങ്ങൾക്ക് സമയം കിട്ടുന്ന സമയത്ത് അത് എപ്പോൾ ആയിക്കോട്ടെ അപ്പോൾ നിങ്ങൾ കണ്ടാൽ മതി. വീഡിയോ ഒന്നെങ്കിൽ സേവ് ചെയ്ത് വയ്ക്കുക, അല്ലെങ്കിൽ ലിങ്ക് ആർക്കെങ്കിലും ഷെയർ ചെയ്തിടുക. എന്നിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള സമയത്ത് കണ്ടാൽ മതി. പക്ഷേ നിങ്ങളുടെ 1 മിനിറ്റ് പോലും ഞാൻ നശിപ്പിക്കില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് വേർത്തായിരിക്കും എന്നുള്ളത് ഞാൻ ഉറപ്പ് നൽകുന്നുണ്ട്. ഇൻസ്റ്റൻറ്റ് റിസൾട്ട് അത് പ്രതീക്ഷിക്കരുതെന്ന് പറഞ്ഞു. ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഒരു ഡോക്ടർ ആവാൻ എത്ര പൈസ നമ്മൾ മുടക്കണം? കോടികൾ വരെ ഇപ്പം മുടക്കണോ അല്ലേ? നമ്മളത് കഷ്ടപ്പെട്ടിരുന്ന് 5 വർഷത്തോളം എടുത്ത് പഠിച്ച് അത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു സാലറിയും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും അല്ലേ? പക്ഷെ അതിന് നമുക്കൊരു ടൈം പീരീഡ് അത്യാവശ്യമാണ്.
അപ്പോൾ ഇതേപോലെ തന്നെയാണ് യൂട്യൂബ് എന്ന് പറയുന്നത്. നിങ്ങൾ എടുക്കുന്ന ഏത് നീശ ആയിക്കോട്ടെ, ട്രാവൽ വ്ളോഗോ, ഫുഡ് വ്ളോഗോ, ഫാമിലി വ്ളോഗ്, അല്ലെങ്കിൽ മൂവി റിവ്യൂസ്, ന്യൂസ്, എന്തും ആയിക്കോട്ടെ, ഇതിനൊക്കെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ആദ്യത്തെ കാര്യം, നിങ്ങൾക്ക് മുമ്പേ ഇവിടെ എത്തിപ്പെട്ട ഒരുപാട് വമ്പന്മാരായിട്ടുള്ള കോമ്പറ്റീറ്റേഴ്സ് ഉണ്ടെന്നാണ്. അവരുടെ അടുത്ത് എത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തക്കതായിട്ടുള്ള ഒരു ഫോളോവേഴ്സ് അല്ലെങ്കിൽ സബ്സ്ക്രൈബർ സപ്പോർട്ട് അത്യാവശ്യമാണ്. അതിന് നിങ്ങൾ നല്ല കണ്ടന്റ് ഇടണം. അത് ഒരിക്കലും ഒരു വീഡിയോനെ കൊണ്ടോ 2 വീഡിയോനെ കൊണ്ടോ അല്ലെങ്കിൽ ഒരു 100 വീഡിയോനെ കൊണ്ടോ ചിലപ്പോൾ വന്നൂന്ന് വരില്ല. ക്ഷമ ഇവിടെ അത്യാവശ്യമാണ്. അല്ലാതെ ഇന്ന് രാത്രി വീഡിയോ ഇട്ട് നാളെ മുതൽ യൂട്യൂബിൽ പൈസ സമ്പാദിക്കുക എന്ന് പറയുന്നത് ഒറ്റ വാക്കി പറഞ്ഞാൽ മണ്ടത്തരമാണ്. അടുത്ത കാര്യം, പുതുതായിട്ട് യൂട്യൂബിൽ വരുന്ന പലർക്കും ഉള്ള ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് പേടി. എൻ്റെ വീഡിയോ കണ്ടാൽ ആൾ എന്ത് വിചാരിക്കും, എൻ്റെ ഇത് കണ്ടാൽ ആൾ എന്ത് വിചാരിക്കും, എനിക്കെന്ത് തെറ്റിപ്പോയാൽ ആൾ എന്ത് വിചാരിക്കും. മാൻ, ആരും ഒന്നും വിചാരിക്കാൻ പോകുന്നില്ല. ഞാൻ ഒരു കാര്യം പറയട്ടെ, നിങ്ങൾ ആരെക്കുറിച്ചെങ്കിലും അഗാധമായിട്ട് അവൻ ചെയ്ത തെറ്റ് തന്നെ ആലോചിച്ചിരിക്കുന്നുണ്ടോ? ചിലപ്പോൾ ഒന്ന് നിങ്ങൾ പറയുമായിരിക്കും, പിന്നെ നിങ്ങളത് വിട്ടില്ലേ. ആർക്കും നമ്മളെക്കുറിച്ച് ചിന്തിക്കാനുള്ളൊരു സമയമില്ല. സോ അതുകൊണ്ട് നിങ്ങൾ പേടിക്കേണ്ട. തെറ്റിൽ നിന്നാണ് ഒരുപാട് ശരികൾ ഉണ്ടാകുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട അത്രേ ഉള്ളൂ, നല്ല രീതിയിൽ ഷൂട്ട് ചെയ്ത് നല്ല രീതിയിൽ എഡിറ്റ് ചെയ്ത് നിങ്ങളെക്കൊണ്ട് പറ്റുന്ന പോലെ മാക്സിമം എഫേർട്ട് ഇട്ട് ചെയ്യുക. തീർച്ചയായിട്ടും അതിൽ പാളിച്ചകളുണ്ടാവും. എൻ്റെ വീഡിയോനും പാളിച്ചകളുണ്ടാവും. അത് നിങ്ങൾ പറഞ്ഞാലോ അല്ലെങ്കിൽ ഒരു തേർഡ് പേഴ്സൺ പറഞ്ഞാലോ അത് എനിക്ക് അറിയുള്ളൂ, അല്ലേ? അത് ഞാൻ തീർച്ചയായിട്ടും മാറ്റും. കാരണം എന്താണ്, ഞാനൊരു ലോങ് ടേമിലേക്കാണ് ഇത് പ്ലാൻ ചെയ്യുന്നത്, ഒരു ഷോർട്ട് ടൈം അല്ല, ചെറിയൊരു പീരീഡിലേക്കല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് തിരുത്താതെ എനിക്കൊരിക്കലും ആവില്ല. അപ്പോൾ ആ ഒരു തിരുത്താനുള്ള മെൻറ്റാലിറ്റി കൂടി നിങ്ങൾക്ക് എന്താണെങ്കിലും ഉണ്ടായിരിക്കണം. അടുത്ത പ്രധാനപ്പെട്ട പോയിൻ്റാണ് നീഷ്. നിങ്ങളൊരു ട്രാവൽ വ്ളോഗാണ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെട്ടവരിലേക്കായിരിക്കണം നിങ്ങൾ എത്തിക്കേണ്ടത്. അങ്ങനെയുള്ള കറക്റ്റായിട്ടുള്ള ഓഡിയൻസിലേക്ക് നിങ്ങളുടെ വീഡിയോ എത്തുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ ഉറപ്പ് വരുത്തണം. അതിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് നമ്മളുടെ ആദ്യത്തെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ യൂട്യൂബിനെ കുറിച്ച് A to Z കാര്യങ്ങളും അത് കഴിഞ്ഞ് ABC എന്ന് പറയുന്ന അധികം ആരും പറയാത്തൊരു കാര്യമൊക്കെ ഞാൻ ആ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം ഞാനത് മേലെ കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് നോക്കാം. അല്ലെങ്കിൽ ചാനൽ വിസിറ്റ് ചെയ്താൽ മതി, നിങ്ങൾക്ക് ആ വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് കാണാൻ പറ്റും. പിന്നെ നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കേസ്, നേരത്തെ ഞാൻ എൻ്റെ കേസിൽ പറഞ്ഞൊരു കാര്യമാണ്. എല്ലാ ദിവസവും 1% നിങ്ങൾ ബെറ്റർ ആകാൻ ശ്രമിക്കുക. ഒരേ യൂട്യൂബ് വീഡിയോ തന്നെ ഒരുപോലെ ചെയ്യാതെ ഓരോ ദിവസവും അതിൽ നിന്ന് വെറൈറ്റി ആയിട്ട് ആളുകളുടെ എൻഗേജ്മെൻറ്റ് അല്ലെങ്കിൽ ഓഡിയൻസ് റിട്ടൻഷൻ പിടിച്ചു പറ്റാൻ നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും ആ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. പേടിയുടെ ഒരു പ്രധാനപ്പെട്ട വേറൊരു കാര്യമാണ് എൻ്റെ ഫേസ് കാണിച്ച് വീഡിയോ ചെയ്യാൻ താല്പര്യമില്ല എന്നുള്ളത്. ഇപ്പോൾ കുറച്ച് പേരൊക്കെ പറയുന്നുണ്ട് ഫേസ്ലെസ് വീഡിയോസും കാര്യങ്ങളും ഒന്നും യൂട്യൂബ് അപ്രൂവ് ചെയ്യുന്നില്ല എന്നുള്ളത്. പക്ഷെ ഞാൻ അറിഞ്ഞത് ഫേസ്ലെസ് വീഡിയോയും ഇപ്പോൾ യൂട്യൂബ് അപ്രൂവ് ചെയ്യുന്നുണ്ട് എന്നാണ്. സോ ആ ഒരു പേടിയോ നിങ്ങൾക്ക് വേണ്ട. നിങ്ങൾക്ക് ഫേസ്ലെസ് ആയിട്ട് ഇപ്പോൾ യൂട്യൂബിൽ വീഡിയോ ഇടാം. പക്ഷേ കോപ്പിറൈറ്റും കാര്യങ്ങളൊന്നും കുടുങ്ങാത്ത കണ്ടന്റ് നോക്കി ജെനുവിൻ കണ്ടന്റ്, നിങ്ങളുടെ കണ്ടന്റ് മാത്രമായിട്ട് ചെയ്യാൻ ശ്രമിക്കുക. അല്ലാതെ വേറെ ഏതെങ്കിലും പാട്ട് അടിച്ചു മാറ്റിയിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് യൂട്യൂബിൽ നിന്ന് വരുമാനം പോയിട്ട് ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല. നിങ്ങളുടെ ടൈം വേസ്റ്റ് ആണെന്ന് മാത്രം. പിന്നെ വീഡിയോ ഷെയർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒറ്റൊരു കാര്യം കൂടിയുണ്ട്. സ്വാഭാവികമായിട്ടും നമ്മളൊരു യൂട്യൂബ് ചാനൽ തുടങ്ങി നമ്മൾ യൂട്യൂബ് ചാനലിലേക്ക് നമ്മൾ ആരെയായിരിക്കും ഫസ്റ്റ് ഇൻവൈറ്റ് ചെയ്യുന്നത്? നമ്മുടെ ഫാമിലിയിലുള്ളതും ഫ്രണ്ട്സിലുള്ളവർക്കൊക്കെ ആയിരിക്കും ആദ്യം നമുക്ക് ഷെയർ ചെയ്യാം. നമുക്കതല്ലാതെ വേറെ വകുപ്പില്ലല്ലോ പുറത്തേക്ക് എത്താൻ. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങളത് ഒരിക്കലും ചെയ്യരുത് എന്നാണ്. കാരണം ഞാനിപ്പോൾ ഒരു കുക്കിംഗ് ചാനലിൻ്റെ ഒരു ചാനൽ തുടങ്ങുകയാണെങ്കിൽ എല്ലാവർക്കും അത് ഇഷ്ടപ്പെടണമെന്നില്ല. നമ്മൾ ഫസ്റ്റ് വീഡിയോ എല്ലാവരും കയറി അടിപൊളി നൈസ് ബ്ലോ വേറെ ലെവൽ എന്നൊക്കെ പറഞ്ഞ് കമൻറ്റ് ഇടുമെങ്കിലും അടുത്ത വീഡിയോ മുതൽ ഈ കുക്കിങ്ങിനോട് താല്പര്യമില്ലാത്തവർ കാണില്ല. ചിലപ്പോൾ 1-2 വീഡിയോസ് കണ്ടുവന്ന് വരും. നമ്മുടെ വളരെ അടുത്ത ആളുകൾ നമ്മുടെ എല്ലാ വീഡിയോസും കണ്ടുവന്ന് വരും. പക്ഷേ ബാക്കിയുള്ളവരൊക്കെ ആക്റ്റീവ് അല്ലാത്ത സബ്സ്ക്രൈബേഴ്സായിട്ട് തുടരുകയാണ്. അപ്പോൾ അത് നമ്മളുടെ നീഷനെ ബാധിക്കും. യൂട്യൂബ് കരുതുന്നത് ഇപ്പോൾ ഒരു 100 സബ്സ്ക്രൈബേഴ്സ് ഫാമിലിയും ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഉണ്ടെന്ന് വിചാരിക്കുക. നിങ്ങളൊരു വീഡിയോ അപ്ലോഡ് ചെയ്തു, നിങ്ങളുടെ ഫാമിലിയും ഫ്രണ്ട്സിലുള്ള 2 പേര് കണ്ടു, ബാക്കി 98 പേരും കണ്ടില്ല. അപ്പോൾ യൂട്യൂബ് എന്താ കരുതുന്നത്? ഇതൊരു ബാഡ് വീഡിയോ ആണ്, സോ ഇത് യൂട്യൂബ് ആർക്കും റെക്കമെൻഡ് ചെയ്യില്ല. അങ്ങനെ നമ്മുടെ ചാനലിൽ റീച്ച് വരെ നഷ്ടപ്പെടാനുള്ളൊരു കാരണം അതങ്ങനെ ഉണ്ടാവും. പിന്നെ നിങ്ങളുടെ മൈൻഡ് സെറ്റ്, നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട വേറൊരു കേസാണ് നെഗറ്റീവ് കമൻസ്. ഈ കമൻ്റ് ഇടുന്നവൻ എന്തിനാണ് കമൻ്റ് ഇടുന്നതെന്നുള്ളത് എനിക്ക് ഇത്ര കാലമായിട്ടും പിടുത്തം കിട്ടിയിട്ടില്ല. കാരണം ഒരു ഫേക്ക് പ്രൊഫൈലിലാണ് അധികവും ഇങ്ങനത്തെ നെഗറ്റീവ് കമൻസുകളും കാര്യങ്ങളും വരാറ്. അവരെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ അവരുടെ മാനേജേഴ്സും കാര്യങ്ങളൊക്കെ അവരെ തെറി പറയും. ഇതെങ്ങനെയെങ്കിലും ഒന്ന് എനിക്കൊരു സമാധാനം കിട്ടണമെങ്കിൽ വേറെ ഒരുത്തന്നെ തെറി പറയാം. അപ്പോൾ നേരിട്ടൊരുത്തന്നെ തെറി പറയുവാണെങ്കിൽ എന്താണ്, നല്ല അടി കിട്ടും. അപ്പോൾ എന്താകും, അടിക്കാത്ത ഒരുത്തനുണ്ടെങ്കിൽ അത് യൂട്യൂബേഴ്സും പാവ ഇൻഫ്ലുവൻസേഴ്സുമാണ്. അപ്പോൾ ഇവരുടെ കമൻറ്റ് ബോക്സിൽ വന്ന് പച്ചത്തെറി ഇരുന്ന് ഇങ്ങനെ എഴുതും. അത് കഴിഞ്ഞ് അവനൊരു റിലാക്സേഷനാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കമൻസ് നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട.
ഒന്നെങ്കിൽ അത് ഡിലീറ്റ് ചെയ്ത് ഒഴിവാക്കുക, അല്ലെങ്കിൽ അത് മൈൻഡേ ചെയ്യണ്ട, വിട്ടേക്കുക. അതിന് മറുപടി കൊടുക്കാനോ ഒന്നിനും നിൽക്കണ്ട. നിങ്ങൾ നിങ്ങളുടെ കാര്യം വൃത്തിയായിട്ട് ചെയ്യുക. ഈ നെഗറ്റീവായിട്ടുള്ള ആളുകൾ ഉണ്ടാവണോ, അത് നല്ല രസമാണ്. ഈ നെഗറ്റീവായിട്ടുള്ള ആളുകൾ കുറേ നിങ്ങളെ നെഗറ്റീവ് പറയും, നാളെ നിങ്ങളെ സപ്പോർട്ടറായിട്ട് അവർ മാറും. അപ്പോൾ അതിനു വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യുക. ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസേഴ്സ് ഫേസ് ചെയ്യുന്നൊരു കാര്യമാണ്, കഷ്ടപ്പെട്ട് വീഡിയോസ് ചെയ്തു, പതുക്കെ അത് റീച്ചിലെത്തി, അത്യാവശ്യം തരക്കേടില്ലാത്ത എല്ലാ വീഡിയോസും ഒരു 10,000-20,000 പേര് വെച്ച് കാണാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കുന്ന സമയത്തായിരിക്കും പെട്ടെന്ന് വ്യൂ അങ്ങോട്ടേക്ക് ഡൗൺ ആവുന്നത്. ഇത് എനിക്കടക്കം ഉണ്ടായിട്ടുള്ള ഒരു സംഭവമാണ്. അതായത് ഈ ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക് പോലെയുള്ള പ്ലാറ്റ്ഫോംസ് ഒക്കെ അൽഗുരിതം ഇടയ്ക്കിടയ്ക്ക് ചേഞ്ച് ചെയ്യും. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള വ്യത്യാസങ്ങൾ അതിനുണ്ടാവും. അപ്പോൾ നമ്മളുടെ റീച്ചും വ്യത്യാസപ്പെടും. നമ്മളുടെ റീച്ച് നമ്മളാൽ മാറുന്നതിൻ്റെ ഒറ്റൊരു കാരണമേ ഉള്ളൂ, നമ്മൾ ആദ്യം കൊടുക്കുന്ന കണ്ടൻറ്റ് പോലെ തന്നെ ഉള്ള കണ്ടൻറ്റ് കൊടുത്തില്ല. അതായത് ഒരു ദിവസം ഫുഡ് വ്ളോഗ് ചെയ്തു, അടുത്ത ദിവസം ട്രാവൽ വ്ളോഗ് ചെയ്തു, അടുത്ത ദിവസം മൂവി റിവ്യൂ ഇട്ടു. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ആളുകൾക്ക് താല്പര്യം ഉണ്ടാവില്ല. നിങ്ങൾ എന്താണ് ചെയ്യുന്നത് അത് കറക്റ്റായിട്ട് തന്നെ ചെയ്യുക. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇങ്ങനത്തെ അപ്പ് ആൻഡ് ഡൗൺ വരിക എന്ന് പറഞ്ഞാൽ അത് സാധാരണയാണ്. നിങ്ങൾ കണ്ടൻറ്റ് കൊടുത്തുകൊണ്ടേ ഇരിക്കുക, അത് റീച്ചിലേക്ക് വന്നോളൂ. പിന്നെ യൂട്യൂബിനെ കുറിച്ചിട്ടുള്ള സ്റ്റഡി ഒരിക്കലും നിർത്താതിരിക്കുക. അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാം ആണെങ്കിലും ഏത് പ്ലാറ്റ്ഫോം ആണെങ്കിലും അതിനെക്കുറിച്ച് പഠിക്കുക. എല്ലാ പ്ലാറ്റ്ഫോംസും വർഷത്തിൽ 3, 4, 5, 6 പ്രാവശ്യം അപ്ഡേറ്റ് ആവുന്നുണ്ട്. അപ്പോൾ നാടോടുമ്പോൾ നടുവേ ഓടണമെന്ന് പറയുമല്ലോ. അപ്പോൾ നിങ്ങൾ അപ്ഡേറ്റ് ആയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് റീച്ച് ഇല്ലാതെ നിങ്ങൾ ഇങ്ങനെ ഇരിക്കും. അപ്പോൾ ആ ഒരു രീതിയിലും മൈൻഡ് സെറ്റ് ചെയ്ത് വെക്കുക. ഏത് രീതിയിലും ഞാനൊരു യൂട്യൂബിൽ ഇൻഫ്ലുവൻസർ ആവും, അല്ലെങ്കിൽ ഞാൻ യൂട്യൂബിലൂടെ വരുമാനം ഉണ്ടാക്കും എന്നുള്ളൊരു മൈൻഡ് സെറ്റിലാണ് നിങ്ങൾ വരുന്നതെന്നുണ്ടെങ്കിൽ ഹാർഡ് വർക്ക് ചെയ്യുക. യൂട്യൂബിൻ്റെ മാറ്റങ്ങളെ കുറിച്ച് പഠിക്കുക. അതിനെ ഏത് രീതിയിൽ നിങ്ങൾക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളത് മനസ്സിലാക്കുക. ഇങ്ങനെ മാത്രമേ നിങ്ങൾക്ക് യൂട്യൂബിൽ വളരാൻ പറ്റുള്ളൂ. ഒരു വീഡിയോ ചെയ്ത് ലക്കിക്ക് കയറിപ്പോയവരുണ്ട്, അവർക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഒരിക്കലും റീച്ച് കിട്ടിയിട്ടില്ല. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കൂ, ഏതെങ്കിലും ഒരു വീഡിയോ കയറിപ്പോയി, ബാക്കിയുള്ള വീഡിയോസൊക്കെ നോക്കൂ, ബാക്കിയുള്ള വീഡിയോസൊക്കെ ചെറുതായിട്ട് കയറും, പക്ഷേ എല്ലാ വീഡിയോസും റീച്ചിലെത്തണമെന്നില്ല. നേരെ മറിച്ച് നിങ്ങൾ അപ്ഡേറ്റഡ് ആയിട്ട് നല്ല കണ്ടൻറ്റുകൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങളുടെ ഏതെങ്കിലും ഒറ്റൊരു വീഡിയോ കയറിയാൽ മതി, എല്ലാ വീഡിയോ ആ ഒരു റീച്ചിലേക്ക് എത്തും. പിന്നെ ശ്രദ്ധിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഇത് പുതിയതായി വന്ന ആളുകളോടാണ്. ഇപ്പോൾ നിങ്ങൾക്കറിയാം, ഇപ്പോൾ മിനിമം 500 സബ്സ്ക്രൈബേഴ്സും അല്ലെങ്കിൽ 3000 വാച്ച് അവറും അല്ലെങ്കിൽ 1000 സബ്സ്ക്രൈബേഴ്സും 4000 വാച്ച് അവറും ഉണ്ടെങ്കിൽ നമുക്ക് യൂട്യൂബിൽ നിന്ന് പൈസ കിട്ടാൻ തുടങ്ങും. അപ്പോൾ ഇതിനു വേണ്ടി പല ആൾക്കാരും ഷോർട്ട് കട്ടുകൾ സ്വീകരിക്കും. ആളുകൾ ബോർഡ്സ് ആയിട്ടുള്ള സബ്സ്ക്രൈബേഴ്സിനെ കയറ്റും, വാച്ച് അവേഴ്സ്, കമ്പ്യൂട്ടർ വാച്ച് അവേഴ്സ് കയറ്റും. ഇങ്ങനെ ചെയ്യുന്നവരുണ്ട്. 8,000, 10,000, 20,000, 30,000, 1 ലക്ഷം രൂപയ്ക്കൊക്കെ 1 മില്യൺ സബ്ബിനൊക്കെ കൊടുത്ത് ചെയ്യുന്നവരൊക്കെ ഉണ്ട്. പക്ഷേ അതിൽ യാതൊരു കാര്യമില്ല. കാരണം ഇവരെല്ലാവരും കമ്പ്യൂട്ടേഴ്സ് ആയിരിക്കും. നിങ്ങൾ അടുത്തൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 100 വ്യൂ, 1000 വ്യൂ. അതായത് പുതിയൊരു ചാനൽ തുടങ്ങിയാൽ എന്താണ് അവസ്ഥ, അതിനേക്കാൾ മോശമായിരിക്കും നിങ്ങളുടെ അവസ്ഥ. അപ്പോൾ ഈ ഒരു ഷോർട്ട് കട്ട് തേടാതിരിക്കുക. കൺസിസ്റ്റൻ്റ് ആയിട്ട് നിങ്ങൾ ഒന്നിനെ തന്നെ ഫോക്കസ് ചെയ്തിട്ട് ഒരു കാര്യം തന്നെ ചെയ്തു കഴിഞ്ഞാൽ 100% ഉറപ്പ് പറയുന്ന സുഹൃത്തെ നിങ്ങൾ വിജയിക്കും. അതിന് യാതൊരു ഡൗട്ടും വേണ്ട. കഷ്ടപ്പെടാതെ ആരും എവിടെ എത്തിയിട്ടില്ല. നിങ്ങൾ കഷ്ടപ്പെടാൻ തയ്യാറാണെങ്കിൽ മാത്രം യൂട്യൂബിലേക്കും ഇൻസ്റ്റാഗ്രാമിലേക്കും വരിക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ വന്ന വഴി തന്നെ തിരിച്ചേക്ക് പോവാം. കാരണം നിങ്ങൾ എവിടെ എത്താൻ പോകുന്നില്ല. ഒരു വീഡിയോ ഇട്ട് ക്ലിക്ക് ആയതുകൊണ്ട് എവിടെ എത്താൻ പോകുന്നില്ല. വീഡിയോ ഇടുന്ന സമയത്ത് കൺസിസ്റ്റൻ്റ് ആയിട്ട്, അത് ആഴ്ചയിൽ ഒന്നാണെങ്കിൽ അങ്ങനെ, മാസത്തിൽ ഒന്നാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ദിവസം നിങ്ങൾക്ക് 1 വീതം ഇടാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ, അത് ചെയ്തുകൊണ്ടേ ഇരിക്കുക. അത് ചെയ്തുകൊണ്ടേ ഇരുന്ന് കഴിഞ്ഞാൽ ഷുവർ ഷോട്ടായിട്ട് നിങ്ങൾക്ക് റിസൾട്ട് വരും. നമുക്ക് എന്താ ഈ ബുദ്ധി ആദ്യം തോന്നാഞ്ഞത്? എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ളൊരു സമയമുണ്ട് എന്ന് പറയുന്നുണ്ടല്ലോ. സത്യമാണ്, എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ളൊരു സമയമുണ്ട്. നിങ്ങളുടെ നീഷയിൽ ചെയ്യുന്ന വീഡിയോ അത് ടാർഗറ്റഡ് ആയിട്ടുള്ള ഓഡിയൻസിലേക്ക് എത്താൻ അതിൻ്റേതായിട്ടുള്ളൊരു സമയം അത്യാവശ്യമാണ്. അപ്പോൾ ആ ഒരു റൈറ്റ് ടൈമിന് വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുക. അടുത്ത കാര്യം, ഏറ്റവും കൂടുതൽ ആളുകളും ചിന്തിച്ച് അല്ലെങ്കിൽ ചെയ്യാത്ത, അല്ലെങ്കിൽ അങ്ങനെ മൈൻഡ് സെറ്റിൽ വെക്കുന്ന ഒരു ടീം ചെയ്യുന്നൊരു പരിപാടിയാണ്, എൻ്റെ വീഡിയോ 100% പെർഫെക്റ്റ് ആയതിനു ശേഷം, അല്ലെങ്കിൽ നല്ല രീതിയിൽ ഫിനിഷ്ഡ് ആയതിനു ശേഷം മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുള്ളൂ. അങ്ങനെ പലരും എന്താക്കും, വീഡിയോ ഷൂട്ട് ചെയ്യും, എഡിറ്റ് ചെയ്യും, എന്നിട്ടോ നമുക്ക് വിചാരിച്ച ആ ഒരു സാധനം വന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അത് അപ്ലോഡ് ചെയ്യാതെ വെക്കും. ഞാൻ എൻ്റെ ഒരു ലൈഫ് എക്സാമ്പിൾ എന്നൊന്ന് പറയാം. ഞാൻ ആമീസ് എന്ന് പറയുന്ന ഒരു സിനിമയുടെ റിവ്യൂ ഞാൻ ഇട്ടിരുന്നു. അപ്പോൾ ഞാനത് ഇടുന്നത് എനിക്ക് ഏകദേശം ഇൻസ്റ്റാഗ്രാമിൽ 2000 ഫോളോവേഴ്സ് ഉള്ളൊരു സമയത്താണ്. അത് ഞാനൊരു എക്സ്പെരിമെൻറ്റ് വീഡിയോ ആയിരുന്നു. എനിക്ക് അന്ന് മൊബൈൽ ഫോണിലാണ് ഷൂട്ട് ചെയ്തത്. അപ്പം സൂമൊക്കെ ചെയ്ത് അതിൻ്റെ ക്വാളിറ്റി നല്ല രീതിയിൽ തന്നെ കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ മനസ്സോടെ ഞാനത് അപ്ലോഡ് ചെയ്തു. ആ വീഡിയോ ഏകദേശം 7 ലക്ഷത്തോളം ആളുകൾ കണ്ടു. നിങ്ങൾ ഉപയോഗിക്കുന്ന ഫോണ്, എഡിറ്റിംഗ് ട്രിക്ക്, ഇതൊക്കെ സെക്കൻഡറി ആണ്.
മെയിനായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കണ്ടൻറ്റാണ്. നിങ്ങളുടെ കണ്ടൻറ്റ് നല്ലതാണോ, ആളുകൾ അത് ഷെയർ ചെയ്യും, ആളുകൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്യും, എല്ലാ കാര്യങ്ങളും ചെയ്യും. അപ്പോൾ നാളെ ആവട്ടെ അല്ലെങ്കിൽ ഇതിൽ നിന്ന് മികച്ചതാവട്ടെ എന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. മികച്ചതാവും. ഒരു ടൈം എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ ഉറപ്പായും മികച്ചതാവും. പക്ഷെ ആ ടൈമിന് വേണ്ടി നിങ്ങൾ കാത്തിരിക്കാതെ ആ ടൈം വരെ പണിയെടുത്തുകൊണ്ടേ ഇരിക്കുക. ഇനി അതിൻ്റെ ഏറ്റവും കൂടുതൽ സെറ്റാക്കേണ്ട ഒരു കാര്യമാണ്, അത് എൻ്റെ ലൈഫ് എക്സാമ്പിൾ പറയാം. ഞാൻ ആ യൂട്യൂബിൽ ആദ്യമായിട്ടൊരു വീഡിയോ അപ്ലോഡ് ചെയ്ത് ഞാൻ ഇങ്ങനെ കാത്തിരിക്കുക. ഇതിപ്പോൾ വീഡിയോ ഇപ്പോൾ ഇത് കൂടുതൽ വ്യൂ എത്തും. ഇപ്പോൾ മണിക്കൂറുകളോളം ഞാനിങ്ങനെ നോക്കിയിരുന്നു. ഇതുകൊണ്ട് എന്ത് നേട്ടമാണ് എനിക്ക് കിട്ടിയതാണ് പിന്നെ കുറേ മാസത്തിന് ശേഷമാണ് എനിക്ക് മനസ്സിലായത്. അതുകൊണ്ട് ഒരു കാര്യമില്ല. വ്യൂസ് എന്ന് പറഞ്ഞാൽ അത് കയറാതിരിക്കും, അതൊക്കെ നമ്മുടെ ലക്ക് അല്ലെങ്കിൽ നമ്മുടെ കണ്ടൻറ് ക്വാളിറ്റി, അതെത്തുന്ന റീച്ച്, അതൊക്കെ ഡിപ്പെൻസ് ആണ്. നിങ്ങളുടെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് നേരെ സ്കിപ്പ് ആവുക, ഷെയർ ചെയ്യുക. പറ്റുന്നവർ നമ്മുടെ നീഷ് കറക്റ്റായിട്ടുള്ള ഓഡിയൻസിലേക്ക് മാത്രം ഇത് ഷെയർ ചെയ്തിട്ട് നമ്മൾ പിന്നെ പതുക്കെ ഡെസ്ക്ടോപ്പിൻ്റെ മുമ്പിൽ എന്താണെന്ന് വെച്ചാൽ നോക്കുക. ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യുന്നതിന് പ്രശ്നമുണ്ടെന്നല്ല, ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ആഫ്റ്റർ ഒരു 8 hours ഒക്കെ കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഒരു കറക്ഷൻ വരും. ചിലപ്പോൾ നമ്മളുടെ തമ്മിലുള്ള ക്യാപ്ഷനോ വർക്കാവാത്തത് കൊണ്ടായിരിക്കും കൂടുതൽ വീഡിയോസും കയറി പോകാത്തത്. അത് ഓൾറെഡി ഡെഡായിട്ടിരിക്കുന്ന വീഡിയോന് ഇതേ പരിപാടി ചെയ്യാം കേട്ടോ. ഇപ്പോൾ 1 കൊല്ലോ 2 കൊല്ലോ 3 കൊല്ലോ മുമ്പ് ചെയ്ത വീഡിയോ ആണെങ്കിൽ പോലും വീഡിയോ ഡെഡായെന്ന് കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ തമ്മിലും ക്യാപ്ഷനൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ബൈറ്റ് ചെറുതായിട്ടൊന്ന് ആക്കിയിട്ട് നിങ്ങൾക്ക് എന്താക്കാം, വീണ്ടും അപ്ലോഡ് ചെയ്യാം. അല്ലാതെ ഇതിപ്പോൾ വ്യൂ കയറുമല്ലോ എന്ന് നോക്കിയിട്ട് നിങ്ങളുടെ മൈൻഡ് മൊത്തം അതിലേക്ക് വിചാരിച്ച് അത്ര കയറിയില്ലെങ്കിൽ നമ്മൾ ആ നോക്കിയിരുന്ന സമയം വെറുതെ ആവും. നമ്മൾ നെഗറ്റീവ് അടിച്ച് യൂട്യൂബ് ഇട്ട് വേറെ ഏതെങ്കിലും വഴിക്ക് പോകും. അപ്പോൾ ആ ഒരു സംഭവം നിങ്ങൾ മെൻ്റലി പ്രിപ്പയർ ആവുക, വീഡിയോ ഇടുക, ഷെയർ ചെയ്യുക, പോവുക. ഇത്രയേ ഉള്ളൂ പരിപാടി. അതിനുശേഷം ബാക്കി പരിപാടികൾ ചെയ്യാം. ഈ വീഡിയോ ഇപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ യൂട്യൂബ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സാധനം അച്ചീവ് ചെയ്തേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് നിങ്ങളിപ്പോൾ ഇവിടെ നിൽക്കുന്നത്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, യു ആർ ദ ബെസ്റ്റ്. നിങ്ങൾക്കിത് ഉറപ്പായിട്ടും നേടാൻ പറ്റും. നിങ്ങൾക്ക് വേണ്ടി എന്നെക്കൊണ്ട് പറ്റുന്ന മാക്സിമം സഹായങ്ങൾ ഞാൻ ഉറപ്പായിട്ടും ചെയ്യും. അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇതേപോലെ താല്പര്യമുള്ള ആളുകളിലേക്ക് എൻ്റെ വീഡിയോ എത്തിക്കുക. ഉറപ്പായിട്ടും നിങ്ങൾക്കും റിസൾട്ട് കിട്ടും, എനിക്കും റിസൾട്ട് കിട്ടും, നമ്മുടെ കമ്മ്യൂണിറ്റി വളരും, നിങ്ങളുടെ യൂട്യൂബ് ചാനലും വളരും. അപ്പോൾ നിങ്ങളുടെ യൂട്യൂബ് ചാനലിൻ്റെ പേര് താഴെ കമൻറ്റ് ചെയ്യാം. നമുക്ക് പറ്റുന്ന പോലെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യാമല്ലോ. പക്ഷേ നീഷാണെങ്കിൽ മാത്രം സപ്പോർട്ട് ചെയ്താൽ മതി. വെറുതെ സബ്സ്ക്രൈബേഴ്സിനെ കയറ്റിയിട്ട് എന്താണ്, ചാനൽ ഡെഡായി കിടക്കും. അപ്പോൾ ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അടുത്ത വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ വീഡിയോ പറഞ്ഞിരുന്നു, യൂട്യൂബിൻ്റെ A to Z കാര്യങ്ങൾ നമ്മൾ ഓരോ പീസായിട്ട് ചെയ്ത് പഠിക്കാൻ പോവുകയാണ്. ഈ പഠിക്കുന്നതിലൂടെ ഞാൻ ഉറപ്പിച്ചു പറയുന്നു, നിങ്ങൾ 100% യൂട്യൂബിൻ്റെ മാസ്റ്ററായി കഴിഞ്ഞിട്ടുണ്ടാവും. വലിയ ആളായ നമ്മളൊക്കെ ഓർക്കണം. അപ്പോൾ സീ യു നെക്സ്റ്റ് ടൈം. ബൈ.